ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഒരു കഥ കേൾക്കാം, പിന്നെ കുറച്ച് വർത്തമാനവും നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇന്നൊരു ക്ലാസിക് മൃഗകഥ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനടുത്ത് ഒരു ചെറിയ കഥയാണ്. ഈ കഥ എഴുതിയിരിക്കുന്നത് അലക്സാണ്ടർ അഫ്നാസിയോവ് ആണ്. അപ്പോൾ ഒന്ന് കേട്ടു നോക്കാം അല്ലേ? ചെറിയൊരു കഥയല്ലേ. പണ്ട്, വളരെ പണ്ട്, റഷ്യ ഭരിച്ചിരുന്നത് ക്രൂരനും നിർദ്ധേനുമായ ഒരു ചക്രവർത്തിയായിരുന്നു. മാനുഷിക മൂല്യങ്ങളൊന്നും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിശ്വാസമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം വലിയൊരു നായാട്ട് പ്രിയനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ചക്രവർത്തിയും കൂട്ടാളികളും കാട്ടിൽ ചെന്ന് വലിയൊരു കെണി വെച്ചു. കെണിക്കകത്ത് കെട്ടിയിട്ട ആടിനെ തിന്നാൻ വല്ല പുലിയോ കടുവയോ വന്നാൽ അതിനെ കൂടോടെ തലസ്ഥാനത്തെത്തിക്കാമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. എന്താ സംഭവിച്ചത്? കെണിയിൽ കുടുങ്ങിയത് ഒരു ഗരുഡനായിരുന്നു. പക്ഷിരാജാവായ അവൻ ഇര തേടി നടക്കുമ്പോഴാണ് ആടിനെ കാണുന്നതും അപകടമറിയാതെ കെണിയിലേക്ക് കയറുന്നതും. ചക്രവർത്തി വന്ന് നോക്കുമ്പോൾ ഈ രംഗമാണ് കാണുന്നത്. കെണിയിൽപ്പെട്ട ഗരുഡനെ കണ്ട് അദ്ദേഹം സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഈ ഗരുഡന്റെ 2 ചിറകും ഉടനെ മുറിച്ചു കളയുക. രക്ഷപ്പെടാനാവാതെ അവൻ എന്നും നമ്മുടെ ആശ്രിതനായി കഴിയേണ്ടി വരും, ചക്രവർത്തി ഉത്തരവിട്ടു. അത് കേട്ട് പക്ഷിരാജൻ സ്തബ്ധനായി. ചിറക് പോയാൽ പറക്കാൻ മാത്രമല്ല, നടക്കാൻ പോലും തനിക്ക് കഴിയുകയില്ല. അതോടെ കൊട്ടാരത്തിലെ ഭൃത്യന്മാരുടെയും സേവകരുടെയും പോലും അധിക്ഷേപത്തിനും അവഹേളനത്തിനും താൻ പാത്രമാവും. അത്തരമൊരു ജീവിതത്തെക്കാൾ എന്തുകൊണ്ടും അഭികാമ്യം മരണമാണ്. അതെല്ലാം ഓർത്ത് ഗരുഡൻ ചക്രവർത്തിയുടെ കാല് പിടിച്ച് കരഞ്ഞു. എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ 3 വർഷം ഞാൻ അങ്ങേ നിരുപാധികം സേവിക്കാൻ തയ്യാറാണ്. ഈ കാലത്തിനിടയ്ക്ക് അമൂല്യമായ പല സഹായങ്ങളും ചക്രവർത്തിക്ക് ലഭിക്കുമെന്ന് ഉറപ്പ്. പരുന്തിൻ്റെ രോദനം കണക്കിലെടുത്ത് ചക്രവർത്തി താൻ ശാരീരിക പീഡനത്തിൽ ഏർപ്പെടുത്തുകയില്ലെന്ന് വാക്ക് കൊടുത്തു. അങ്ങനെ 3 വർഷത്തേക്ക് അദ്ദേഹം ഹിംസയിൽ നിന്ന് പിന്മാറി. തുടർന്ന് ഗരുഡന്റെ കൂടെ വളരെ നേരം ചെലവഴിക്കാൻ അദ്ദേഹം തയ്യാറായി. ഗരുഡൻ ഉപദേശ നിർദ്ദേശങ്ങളും ദൃഷ്ടാന്ത കഥകളുമൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഭീമാകാരനായ പക്ഷിക്ക് ഒരു ദിവസം ഒരാടിനെയെങ്കിലും തിന്നണം, അല്ലെങ്കിൽ 10 കോഴികളെ. ഇതെല്ലാം വലിയ ചിലവേറിയ കാര്യങ്ങളായിരുന്നു. അങ്ങനെ ചക്രവർത്തിയുടെ സ്വന്തം വരുമാനത്തിൻ്റെ സിംഹഭാഗവും ഗരുഡനു വേണ്ടി നീക്കിവെക്കേണ്ടി വന്നു. എങ്കിലും 3 വർഷം അതിനെ സുഖ സൗകര്യങ്ങളോടെ സംരക്ഷിക്കാമെന്ന് വാക്ക് പാലിക്കാൻ തന്നെ അദ്ദേഹം തയ്യാറായി. അതുവരെ ക്ഷമയെന്തെന്നറിയാത്ത ചക്രവർത്തി അതോടെ സഹനശീലവും വശത്താക്കി. ഒരു ദിവസം എങ്ങനെയോ കൊട്ടാരത്തിൽ ഒരു രാജവെമ്പാല കയറിക്കൂടി. ആ വിഷസർപ്പം നേരെ ചെന്നത് ചക്രവർത്തിയുടെ കിടപ്പറയിലേക്കായിരുന്നു. അതിനെ നേരിടാൻ ധൈര്യമുള്ള ആരും തന്നെ അരമനയിലുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ പക്ഷിരാജാവ് ഉടനെ സർപ്പരാജാവിനെ എതിരിടാനായി ആ മുറിയിലേക്ക് കയറി. അല്പനേരം കൊണ്ട് നാഗത്തിൻ്റെ ശിരസ് കുത്തിയറുത്ത് ഗരുഡൻ അതിനെ കൊട്ടാരമുറ്റത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. എന്നിട്ടതിനെ തുണ്ടം തുണ്ടമാക്കി ശാപ്പിട്ടു. സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് ചക്രവർത്തിയെ രക്ഷിക്കാനായി ഗരുഡൻ ഈ സാഹസത്തിന് മുതിർന്നത്. അങ്ങനെ 3 വർഷം കൊണ്ട് ഒരു രാജാവ് മറ്റൊരു രാജാവിനെ ഒരു ഭരണാധികാരിക്കാവശ്യമായ സഹനം, ത്യാഗം, കരുണ, സ്ഥൈര്യം തുടങ്ങിയ മൂല്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. 3 കൊല്ലം കഴിഞ്ഞു. സ്വതന്ത്രനായ പക്ഷിരാജൻ അനന്തതയിലേക്ക് പറന്നുയർന്നു. പിന്നീടുള്ള കാലത്തും സാമ്രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള വിശേഷങ്ങളെല്ലാം അവൻ ചക്രവർത്തിയെ യഥാസമയം അറിയിച്ചുകൊണ്ടിരുന്നു. ഇത്രയുമാണ് കഥ. ഞാൻ ആദ്യമേ കഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ചെറിയൊരു കഥയാണ്, പെട്ടെന്ന് അവസാനിക്കുന്നു. അത് കണക്ക് തന്നെ പെട്ടെന്ന് അവസാനിച്ചു. ഒരു രാജാവ് വേറൊരു രാജാവിന് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്.
അത് അടിമത്തത്തിൽ വന്നിട്ടാണ്. അടിമത്തം വലിയൊരു പ്രശ്നമാണല്ലേ. നമ്മൾ ഭൗതികമായിട്ട് പല അടിമത്തങ്ങളും ഉണ്ട്. നമ്മൾ അല്ലേ മതങ്ങളുടെയൊക്കെ മുമ്പിൽ നമ്മുടെ ബുദ്ധിയൊക്കെ കൊണ്ടു ഇങ്ങനെ മതങ്ങളിലൊക്കെ ചില തത്വങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ചിലപ്പോൾ അത് സങ്കുചിതമായ മതചിന്തകളാകാം, മൗലികവാദങ്ങളാകാം. അതിന് മുമ്പിലൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് അല്ലേ അടിയറ വെക്കാറുണ്ട്. പിന്നെ നമുക്ക് ചിന്തയില്ല, അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമുക്ക് ചിന്തകളൊക്കെ. അതിനപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ സാധിക്കാറില്ല. ചില വിലങ്ങ് തടികൾ നമ്മൾ തന്നെ സൃഷ്ടിക്കാറുണ്ട്. അതുപോലെ ഈ ഗരുഡൻ അല്ലെങ്കിൽ ഗരുഡ രാജാവ് ഒരാൾക്ക് വിധേയപ്പെട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അതൊരു ചക്രവർത്തിയായിരുന്നു. ആ ചക്രവർത്തി പതുക്കെ പതുക്കെ കുറേയേറെ വിലപ്പെട്ട പാഠങ്ങളൊക്കെ പഠിക്കുകയാണ്. ക്ഷമയും സഹനശീലവും ഒക്കെ അല്ലേ അങ്ങനെ ഈ ചക്രവർത്തിയിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോഴാണ് അല്ലേ രാജവെമ്പാല വരുന്നത്. അപ്പോൾ ഈ അടിമയായി ജീവിക്കുന്ന ഗരുഡൻ രാജവെമ്പാലയിൽ നിന്ന് രാജാവിനെ അല്ലെങ്കിൽ ചക്രവർത്തിയെ രക്ഷിക്കുകയാണ്. ചക്രവർത്തി നേരത്തെ ഗരുഡൻ്റെ ചിറകരിയാൻ പോയതാണ്. പക്ഷേ ഗരുഡൻ്റെ അപേക്ഷ കേട്ട് ചക്രവർത്തി വെറുതെ വിടുകയാണ്. അതിന് ഉപകാരമായി. ഒരു ഉപകാരത്തിന് വേറൊരു ഉപകാരം, പ്രത്യുപകാരം അല്ലേ. രാജ്യങ്ങൾ തമ്മിലും അല്ലേ ഈ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കാറുണ്ട്. സൗഹൃദ രാജ്യങ്ങളുണ്ട് അല്ലേ. ഒരു രാജ്യത്തിന് സൗഹൃദ രാജ്യങ്ങളും കാണും, സുഹൃത്തുക്കളായ രാജ്യങ്ങളും കാണും, ശത്രുക്കളായ രാജ്യങ്ങളും കാണും. ഈ സുഹൃത്തുക്കളായ രാജ്യങ്ങൾ തമ്മിൽ ഒരു ഇതിനൊക്കെയുള്ള പരസ്പര സഹായമൊക്കെ ഉണ്ട്. ഒരു തരത്തിൽ അതൊക്കെ നോക്കിയാൽ ഒരു അടിമത്വമാണെങ്കിൽ കൂടി പരസ്പരമുള്ള ഒരു അടിമത്വമാണ് അല്ലേ. മറ്റ് രാജ്യങ്ങൾ ചിലപ്പോൾ ചില ദുഷ്പ്രവൃത്തി ചെയ്യുമ്പോഴും മിണ്ടാതിരിക്കേണ്ടിയൊക്കെ വരും. നമ്മളിപ്പോൾ കാണുന്നതാണല്ലേ. ലോകത്തെ ഒന്ന് വീക്ഷിച്ചാൽ പല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ വീക്ഷിച്ചാൽ ചില രാജ്യങ്ങളൊക്കെ നിഷ്പക്ഷമാണെന്ന് അഭിനയിക്കുകയും അല്ലേ അതോടൊപ്പം അവരെ പരോക്ഷമായൊക്കെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ അതൊരു അടിമത്വം തന്നെയാണല്ലേ. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ ഒരു അടിമത്വം എന്ന് പറയാം അല്ലേ. സുഹൃത്ത് രാജ്യത്തിനെ സംരക്ഷിക്കുകയാണ്. ഒരു തെറ്റ് വന്നാലും ഇല്ല അങ്ങനെ കൈവിടാതെ നോക്കുകയാണ്. ഇത്തരം ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ നമ്മൾ പത്രങ്ങൾ വായിച്ച ധാരാളം കാണും. നമ്മൾ തന്നെ ആലോചിക്കും എന്തുകൊണ്ട് ഈ രാജ്യം ആ രാജ്യത്തെ കൂട്ടു നിൽക്കുന്നു. അതൊരു ക്രൂരതയാണ് അവർ കാണിക്കുന്നത്. പക്ഷെ അതല്ല, അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു അടിയൊഴുക്കുണ്ട്, ചില ധാരണകളുണ്ട്, ചില കരാറുകളുണ്ട്, ഒരു ദൃഢമായ ബന്ധമുണ്ട്, പരസ്പരം സഹായിക്കുന്ന. അതൊരു പരസ്പരം ഒരു അടിമത്വം തന്നെയാണ്. ഒന്നോർത്ത് കഴിഞ്ഞാൽ ഒന്നുറക്കെ അല്ലേ ശബ്ദിക്കാൻ പറ്റാത്ത ഒരു അടിമത്വമൊക്കെയാണ്. ചിലപ്പോൾ മറ്റു രാജ്യത്തിന് എന്ത് വേദന തോന്നുമെന്നൊക്കെ ചിലപ്പോൾ ഭയക്കുന്നുണ്ടാവും. അതുകൊണ്ട് ആ ബന്ധം വഷളാക്കാതിരിക്കാൻ പലപ്പോഴും അവിടെ ഇവിടെയും തൊടാതൊക്കെ ചിലപ്പോൾ സംസാരിക്കും അവർ. അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇൻ്റർനാഷണൽ റിലേഷൻസിലൊക്കെ നമ്മളങ്ങനെ അത്തരം ചില നീക്കുപോക്കുകൾ ആ ബന്ധങ്ങളിലെ ആ കെമിസ്ട്രിയൊക്കെ നമ്മൾ സദാപൂർവ്വം വീക്ഷിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ബന്ധങ്ങൾ പോലും അടിമത്വമുണ്ട്. സുഹൃത്തായതുകൊണ്ട് അല്ലേ പലപ്പോഴും ചില കാര്യങ്ങൾ വരുമ്പോൾ കണ്ണടക്കേണ്ടിയൊക്കെ വരാറുണ്ട്. അത്തരം നീക്കുപോക്കുകൾ നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങളിലുമൊക്കെ നടക്കാറുണ്ട്. മനുഷ്യ ബന്ധങ്ങളിലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയൊക്കെ അല്ലേ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചില വീഡിയോകളൊക്കെ കാണാറുണ്ട്. ചില ജന്തുക്കളുടെയൊക്കെ വീഡിയോകളാണ്. പട്ടി പൂച്ചക്കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു, അല്ലെങ്കിൽ ഒരു പട്ടി സിംഹത്തിൻ്റെയോ പുലിയുടെ കുട്ടികളെയൊക്കെ മുലയൂട്ടുന്നു, വളരുന്നു. അജാനുബാഹുക്കളായ മൃഗങ്ങൾ ഈ പോറ്റി വളർത്തിയ പെറ്റമ്മയായ പട്ടിക്കുട്ടിയെ വളരെ വാത്സല്യത്തോടെ ഒക്കെ ചെന്ന് കളിക്കുകയും നക്കുകയൊക്കെ ചെയ്യുന്നു. എന്തൊരു പ്രകൃതിയിൽ തന്നെ ഇത്തരം പരസ്പരമുള്ള സ്നേഹവും കൊടുക്കൽ വാങ്ങലുകൾ ബഹുമാനമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചില കോഴികളിൽ അല്ലേ താറാമുട്ട കോഴിയെ കൊണ്ട് വിരിയിക്കാറുണ്ട്. പിന്നെ അവസാനം ആ കോഴിയായിരിക്കും ഈ താറാവിൻ്റെ കുട്ടികളെ വളർത്തുന്നത്, താറാവിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അങ്ങനെയൊക്കെ അല്ലേ പ്രകൃതിയിൽ തന്നെ എത്രമാത്രം ഈ കൊടുക്കൽ വാങ്ങലുകൾ, സ്നേഹം പങ്കിടൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര മനോഹര ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ പ്രകൃതി നമ്മുടെ മുന്നിലോട്ട് കാഴ്ചവെക്കുന്നത്. മൃഗങ്ങളുടെ ഇടയിലൊക്കെ വയനാട് മണ്ണിടിച്ചിൽ സംഭവിച്ചപ്പോൾ രക്ഷപ്പെട്ട ഒരു അമ്മയും മകളുമാണെന്ന് തോന്നുന്നു, ഞാൻ ഇവിടെ വായിച്ചതാണ്. ആനകൾ വന്ന് കാവൽ നിന്നു എന്നാണ് പറയുന്നത്, അവരെ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുന്നവരെ. അങ്ങനെ എവിടെയൊക്കെ ഒരു കഥ ഞാൻ വായിച്ചു. തൊട്ടടുത്ത് അതിന് ചവിട്ടാൻ പറ്റുന്ന ദൂരത്ത് ഈ അമ്മ ഇങ്ങനെ നിൽക്കുന്ന മുറിവൊക്കെ പറ്റി അനങ്ങാൻ വയ്യാതെ വന്ന് രക്ഷപ്പെട്ട് കിടന്ന ആ വ്യക്തികളെ
ആന വളരെ കണ്ണീരോടെ നോക്കി നിന്നെന്നാണ് പറയുന്നത്. എത്ര മനോഹരമായ, പ്രകൃതിയിലെ എത്ര മനോഹരമായ ചിത്രങ്ങളാണല്ലേ ഉള്ളത്. എന്തായാലും അങ്ങനെ വ്യത്യസ്തമാർന്ന ചിത്രങ്ങൾ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. പുതിയൊരു കഥയും പിന്നെ കുറച്ച് വർത്തമാനവും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അപ്പോൾ തൽക്കാലം വിട പറയുന്നു. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.